ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് അറിയാം, അതായത് സൂയിലല്ലേ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ കൺഫ്യൂഷനിലായി, എവിടേക്ക് ആദ്യം പോകണമെന്ന്. നമ്മൾ ഫുഡാണ് ഫസ്റ്റ് കഴിക്കുന്നത്, അത് സൂയിലേക്കാണോ പോകേണ്ടതെന്ന് അറിയില്ല. ഫസ്റ്റ് സൂ ഇവന്മാരുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് കാണിച്ചിട്ട് വരട്ടെ അവര്. ആൻഡ് പിന്നെ വേറൊരു സന്തോഷമാക്കുന്നത് എൻ്റെ ഈ കമ്മൽ ഇത് എങ്ങനെ ഇടണമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞങ്ങൾ എൻ്റെ അനിയത്തി ഇത് കണ്ടുപിടിച്ച് തന്നത് എങ്ങനെ ഇടേണ്ടത്. സോ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ കമ്മൽ ഇടുന്നത്. അതെ, അപ്പൊ ഇന്ന് എനിക്ക് മനസ്സിലായി ഇതെങ്ങനെ ഇടണ്ടേന്ന്. അപ്പോ നമ്മൾ ആദ്യം സൂയിൽ പോകാം. ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യം നമ്മൾ മേച്ചേരി എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്നു. പിന്നെയാണ് നമ്മൾ ഇവരുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി തൃശ്ശൂർ സൂവിലേക്ക് പോകുന്നത്. സോളാർ സെറ്റ് ഏരിയ എത്തിരിക്കുകയാണ് ഗൈസ്. ഇവരിനെ ഇവിടൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യട്ടെ, ഇങ്ങനെ ഉണ്ടാവുമോ നോക്കട്ടെ. എല്ലാം സാരികളൊക്കെ വലിച്ചു വാരിയിട്ടിട്ടുണ്ട് ഗൈസ്. അതിനകത്തുനിന്ന് ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓ അവിടെ അതിന് അടുത്ത് നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് സെക്ഷനിലേക്ക് പോകണം. ഇത് കളിക്കുകയാണോ കണ്ണം മുറിക്കുക. നീലക്കരയുള്ള ഒരു പുടവ വേണമെന്നാണ് പറയുന്നത്. കൊടുക്കാൻ പോകുന്നത്. സോ ഇതാണ് മമ്മി സെലക്ട് ചെയ്ത സാരി ഗൈസ്. ചേട്ടാ വരും, ചേട്ടൻ ഇരുന്ന് ബോറടിച്ചു. സോ അങ്ങനെ നമ്മളിവിടെ നിന്ന് പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വല്ലതും നമുക്ക് കഴിക്കാം. സോ നമ്മൾ സൂഫിയിലേക്കാണ് പോകുന്നത്. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. സൂഫി മന്തിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇവിടെ ഓർഡർ വന്നിരിക്കുകയാണ് ഗൈസ്. പെരി പെരി മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ നേരെ വിടുന്നത് സൂയിൽ. അവൻ പെപ്സി കൊടുക്കാൻ പോകും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് അവിടേക്കാണ് പോകുന്നത്. അപ്പൊ ഇനി സൂവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി അതിന്റെ മെയിൻ അവിടെ പോകാം. അതിന് മുന്നേ നമ്മളിവിടെ പാർക്ക് ചെയ്യണം. പാർക്കിംഗ് തപ്പാണ്, ഇവിടെ ഇടാനാണോ. നമ്മൾ സൂവിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ നല്ല അതിലേക്ക് ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ വയ്ക്കാനുണ്ട് ഗൈസ്. ഇത് നമ്മുടെ ദ സ്റ്റേറ്റ് മ്യൂസിയം. ആദ്യം മ്യൂസിയത്തിലാണ്, മ്യൂസിയം ആൻഡ് സൂ രണ്ടും കൂടെ ഉള്ളതാട്ടോ. ടിക്കറ്റ്സ് ഒക്കെ എടുക്കണം. ഉണ്ടോ? വെരി ഗുഡ്. സോ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ സൂയിൽ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അഗെയിൻ ഐ ആം ടെല്ലിങ് യു, ക്യാഷ് ഇല്ലാതെ ഇവിടെ നടക്കില്ല. അപ്പം നമ്മൾ ക്യാഷ് വേണം കൊണ്ടുവരാൻ. അപ്പോൾ എല്ലാവരും പിന്നെ അതേമാതിരി നിങ്ങൾ എന്താ പറയുക, പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇവിടെ അനുവാദമല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളും അകത്തേക്ക് പ്രവേശനമല്ല. ആൻഡ് അതേമാതിരി വല്ല ഈ നമ്മൾ ഈ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങൾ, ബബിൾസ്, അപ്പോൾ ആ ബബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളും അലൗഡ് അല്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണാം. അവിടെ തത്തയാണ്. നല്ല അടിപൊളി ബാംബൂസ്. ഇതേതാ മതാമ? ഇതെന്താ ഓസ്ട്രിച്ചോ? കുഞ്ഞോ ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ച് ോണ്ടിരിക്കും അവര്. ഇവരെന്താ ഈ നെട്ടോട്ട് ഓടുന്നത്? ഒരു സ്ഥലത്ത് നിൽക്കണില്ലല്ലോ. പാലയ്ക്ക് ഡെവിൾ ട്രീ എന്നാണോ പേര്? ഡെവിൾ ട്രീ. ഡെവിൾ ട്രീ മ്യൂസിയത്തിലേക്ക് പോവാം. ഇവിടെ വന്നിട്ട് എന്തോന്ന് കാണാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. ഇത് ഓസ്ട്രിച്ചാണോ? എന്നാ വലുപ്പം അത്? ഓ നോക്കടാ, രണ്ടെണ്ണം ഉണ്ട്. അമ്മൂമ്മമാരായിരുന്നോ? ചേട്ടൻ നിന്റെ പ്രായമൊക്കെ മനസ്സിലായോ? നീ അമ്മൂമ്മയായിരുന്നോ പറയുന്നവര്? അയ്യോ, അതിന്റെ കണ്ടില്ലേ, ആടുജീവിതം പോലെ ആയിപ്പോയല്ലോ. മരുഭൂമിയിലുള്ളതൊന്നും. ഇവിടെ വേറെ കുറെ മാനുകളുണ്ട് ഗൈസ്. ഇതിന്റെ പേരും മ്ലാവ് കഥമാൻ, മുമ്പുള്ളത്. അതെ. കുഞ്ഞോട്ടാ, ആരാ അത്?
സാമ്പാർ ഡീർ. This is the largest deer found in India. ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ഡീറാ അത്. അതെന്താ? ഹിപ്പോ എപ്പോ ഇടും? സോ ഇവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണിതരാണ്. രണ്ടുപേർക്കും വയ്യ. നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. എന്റെ അനിയത്തിയെ കാണണം. കുഞ്ഞിലെ ഞാൻ നിന്നെ ഇതാടി വിളിക്കാറുള്ളത്. ഹിപ്പോ. എന്റെ ഫ്രണ്ട്സിന് അറിയാം ഹിപ്പോ ആരാന്ന്. ആണോ? എനിക്ക് ഇവിടെ രശ്മിന്ന് മാറ്റി ജൈനി നിറണം. അപ്പൊ കറക്റ്റ് റൈമിങ് ആയാലും. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1992. നീ അവിടെ നോക്കണേ, കുഞ്ഞമ്മ തിന്നുന്ന പോലെ തന്നില്ലേ. പുള്ളിമാൻ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ. കണ്ടോ ആ ഭാഗത്ത് നോക്കിക്കേ. ഇതുണ്ട് ക്യാബിൻ ബോട്ട്സ് ഫോർമലി യൂസ്ഡ് ബൈ ദ കിങ്സ് ഓഫ് കൊച്ചി. അപ്പോൾ നമുക്ക് അത് നോക്കിയാൽ കൊച്ചിയിലെ രാജാക്കന്മാർ യൂസ് ചെയ്ത ബോട്ട് അത്ര തുറക്കാനൊന്നും പാടില്ല. അത് ഇതേ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ബോട്ട്? കൊച്ചിയിലെ രാജാവ് യൂസ് ചെയ്ത ബോട്ട് അത്ര. കണ്ടോ? പണ്ട് 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 2 എണ്ണം ഉണ്ട് കുഞ്ഞ. ഇതാണ് റിയയാണ്. റിയ സൗത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്. അമ്മു അല്ല കുഞ്ഞാ, ഇത് എമു. ഹായ്, കൊള്ളാം. എമു സുഖല്ലേ നിനക്ക്? എന്തെല്ലാം ഉണ്ട് വിശേഷം? ഹായ്. അമ്മൂന്നല്ലേ എമൂന്നാ പേര്. അവിടെ ഉറങ്ങുകയാണ്. അവിടെ ഉണ്ട് പുലി മുരുക. ഉള്ളാകത്ത വരുമോ? ടൈഗർ ആ ഉണ്ട്. എന്താ ഉറങ്ങുവാ? അല്ല ദേ കണ്ണു തുറന്നടി. ചിരിക്കാതെ കാണുന്നില്ല. ലയനാണ് ഗൈസ്, കാണുന്നുണ്ടോ? എന്റെ അമ്മേ പുലി എന്നെ നോക്കുന്നുണ്ടോ? അതെ, കണ്ടറിഞ്ഞൂടെ ദേഷ്യാന്ന്. എന്താ മയച്ചെണ്ണത്തിനെ നോക്കുന്ന? എടാ ഇങ്ങോട്ട് വരാൻ. പിന്നെ ആരാടി? ഓ അവിടെ ഉണ്ടോ? പൂച്ചയോ? ഇത് ഓക്കെയാണ്. ഇതും ദേഷ്യത്തില്ല. ബാംഗ്ലൂരൊക്കെ പുറത്തിട്ടിരിക്കും. ഇതാ ഇവിടെ നല്ല കുറവ്. വേണ്ടടാ കുഞ്ഞാ, യുവർ ഫ്രണ്ട്സ്. ദേ ആ പാന്റിന്റെ വള്ളി കണ്ടോ അവൻ ചെയ്തത്? എടാ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയായിരുന്നു. ദോ അത് ആ ഫീമെയിൽ നടന്നു പോയതായിരുന്നു. പക്ഷെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഫീസൻ, ഗോൾഡൻ ഫീസൻ കോഴിയാ. കാണാൻ പറ്റുന്നുണ്ടോ? മുതലാ. എടാ നിന്റെ തല മാറ്റടാ. ദേ ആ വെള്ളത്തിനകത്ത് കിടക്കുവാ. കണ്ടോ? അതെ ഇതിനകത്ത് കണ്ടോ? നീ ഇതോ കണ്ടോ അതിന്റെ പാല്? ഇങ്ങനെ കിടക്കുവാ മുതല. എവിടെ? അവിടെ AC കിടക്കുകയാണ്. AC ഇട്ട് കിടത്തിരിക്കും.
ഇതോണ്ടല്ലേ മലമ്പം. So here is the tortoise. പണ്ട് ചാപ്രായിലൊക്കെ ഉഴഞ്ഞു നടന്ന സാധനം. ഇത് വൈപ്പറ കുഞ്ഞ. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് റാറ്റ് സ്നേക്ക് ആണ്. ദാറ്റ് ഇസ് കോൾഡ് ചേര. ചേരനെ കാണുന്നില്ലല്ലോ. ദോ കിടക്കുന്നതോ, അതാ കിടക്കുന്നു. പുറകിൽ നോക്കും ചേര. അത് റാറ്റിനെ തിന്നുന്ന സ്നേക്കാ. ഈ പാമ്പിനാണ് ഇത്രയും വലിയ സ്ഥലം. അല്ലെങ്കിൽ അവർ പുറത്തോട്ട് ചാടും. അവർക്കതൊരു ഫീലാണ്. അവർ ആ മണലിലാണ് ജീവിക്കുന്നത്. കുഞ്ഞോട്ടാ ഊത്. ഇവൻ കടാരയൊക്കെ എടുത്തു. ഓട്ടോ വരുന്നു. അങ്ങനെ നമ്മൾ സൂവിൽ എല്ലാം പോയി കണ്ട്. അടിപൊളി സൂ ആണ് കഴിച്ച്. നിങ്ങളൊക്കെ പോയി കാണേണ്ട ഒരു സൂ ആണ്. നമ്മൾ ഈ കർണാടകയിലൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം കാണാം. അങ്ങനെ വലുതായിട്ട് ഒരുപാട് മൃഗങ്ങളൊന്നുമില്ല. സിംഹം, പുലി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ വീണ്ടും ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.